ബഹുമാന്യ സദസ്സിന് നമസ്കാരം. അറിവ് ദൈവദാനമാണ്. ദൈവികരായ മനുഷ്യർക്ക് മാത്രമാണ് ശരിയായ അർത്ഥത്തിൽ ശരിയായ രീതിയിൽ മറ്റുള്ളവരിലേക്ക് അറിവ് പ്രദാനം ചെയ്യാൻ കഴിയും. ഈ വാചകം ജീവിതത്തിൽ അന്വർത്ഥമാക്കിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ചാവറയച്ചൻ്റേത്. നമുക്കറിയാം, കേരളത്തിൻ്റെ സാമൂഹ്യ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഈടുറ്റ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് വിശുദ്ധ ചാവറയച്ചൻ. എന്നാൽ പല കാരണങ്ങളാൽ ചാവറയച്ചൻ്റെ സേവനങ്ങളും ചാവറയച്ചൻ്റെ നേട്ടങ്ങളും ചാവറയച്ചൻ കേരളീയ സമൂഹത്തിന് നൽകിയ സംഭാവനകളും ചരിത്രകാരന്മാർ അർഹിച്ച പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമുക്കെല്ലാം അറിയുന്നതുപോലെ കേരളം ഇന്ന് വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ പുരോഗതിയിലും വലിയ നേട്ടങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം നിരവധി പോരായ്മകൾ, നിരവധി പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. കേരളം ഇന്ന് അനുഭവിക്കുന്ന സാമൂഹ്യ മൂല്യച്യുതിയുടെയും വിദ്യാഭ്യാസ രംഗത്തെ ധാർമ്മികതയുടെ കുറവിൻ്റെയും ഒക്കെ അടിസ്ഥാന കാരണമായി ഞാൻ കാണുന്നത് വിശുദ്ധ ചാവറയച്ചൻ്റെ ജീവിത ദർശനവും വിദ്യാഭ്യാസ രീതിയും സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വിശുദ്ധ ചാവറയച്ചൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത ദർശനമെന്ന് പറയുന്നത് അടിയുറച്ച ദൈവവിശ്വാസമാണ്. അചഞ്ചലമായ ദൈവഭയം. ആ ദൈവഭയവും ദൈവവിശ്വാസവും കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ അധ്യാപകരായ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും ഇന്ന് അനുഭവിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തുള്ള സാമൂഹ്യ രംഗത്തുള്ള കുട്ടികളുടെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങൾ, പോരായ്മകൾ, മൂല്യച്യുതികൾ ഒക്കെ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊന്ന് സാമൂഹ്യ സേവനമാണ്. ജാതിമത വർണ്ണവർഗ വ്യത്യാസങ്ങൾക്കതീതമായി സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ച് അവരുടെ ഉന്നമനത്തിനു വേണ്ടി വലിയ പോരാട്ടം നടത്തിയ മഹത് വ്യക്തിയായിരുന്നു ചാവറയച്ചൻ. അപ്പോൾ സാമൂഹ്യ സേവനം എന്ന് പറയുന്നത് ഒരു ജീവിതചര്യയാക്കി മാറ്റാൻ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം. ചുറ്റുമുള്ളവൻ്റെ കൂടെ ഇരിക്കുന്നവൻ്റെ വേദന, അവൻ്റെ വിഷമങ്ങൾ, അവൻ്റെ ആവശ്യങ്ങൾ, അവനോടുള്ള ഒരു കരുതൽ, ഇത് കുട്ടികളിൽ പഠിപ്പിക്കാനായിട്ട്, അവരിലേക്ക് ഇത് പകർന്നു കൊടുക്കാനായിട്ട് അധ്യാപകരായ നമുക്ക് സാധിക്കണം. മറ്റൊന്ന്, നമുക്കറിയാം, കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഉള്ളത്. അത് വിശുദ്ധ ചാവറയച്ചനാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ചരിത്രകാരന്മാർ വലിയ തോതിൽ കൊട്ടിഘോഷിക്കപ്പെട്ട മറ്റു സാമൂഹ്യ നവോത്ഥാന നായകർ അവരുടെ ജാതിയുടെയും മതത്തിൻ്റെയും ഉള്ളിൽ ഒതുങ്ങി നിന്നപ്പോൾ അത്തരം ജാതിയുടെയും മതത്തിൻ്റെ കള്ളികളിൽ ഉൾപ്പെടാതെ എല്ലാ ജാതിയിൽപ്പെട്ടവരെയും എല്ലാ മതത്തിൽപ്പെട്ടവരെയും പരിഗണിക്കുകയും അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ ചാവറയച്ചൻ. ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ അടക്കം പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് മറ്റുള്ളവർ അവർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന സമയത്ത് അവരിലേക്ക് വിദ്യാഭ്യാസവും അക്ഷരവും പകർന്നു നൽകിയ ഉന്നതനായ വ്യക്തിത്വമായിരുന്നു ചാവറയച്ചൻ്റേത്. അങ്ങനെ സാമൂഹിക ഇടപെടൽ നടത്താനും സമൂഹത്തിലെ പുരോഗതിക്ക് വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കാനും ചാവറയച്ചൻ്റെ ഈ വലിയ ജീവിത ദർശനം നമ്മൾ പാഠമാക്കി പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് കുടുംബത്തിനുള്ള മഹത്വം. നമുക്കറിയാം, നല്ല കുടുംബങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത്. നല്ല സമൂഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് രാജ്യം മെച്ചപ്പെടുന്നത്, നല്ല രാജ്യം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും കുടുംബത്തെ സ്നേഹിക്കാനും കുടുംബത്തിൻ്റെ പ്രാധാന്യം കുട്ടികളെ ബോധ്യപ്പെടുത്താനും ആ കുടുംബത്തെ സ്നേഹിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അവരെ പരിശീലിപ്പിക്കാനായിട്ട് അധ്യാപകരായ നമുക്ക് ഓരോരുത്തർക്കും വലിയ കടമയുണ്ട്. ആ കടമ നിറവേറ്റിയാൽ നമ്മൾ ഇന്ന് ചുറ്റിനും കാണുന്ന, സമൂഹത്ത് കാണുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, പോരായ്മകൾ, മൂല്യച്യുതികൾ, ധാർമ്മികമായ പിന്നോക്കം, പോക്ക് അതൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട് ചാവറയച്ചൻ്റെ ഈ ഒരു ജീവിത ദർശനം കൊണ്ട് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ദൈവവിശ്വാസത്തോടൊപ്പം മനുഷ്യസ്നേഹവും വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിൻ്റെ ഉന്നമനവും എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ ജീവിത ദർശനവും ചാവറയച്ചൻ്റെ വിദ്യാഭ്യാസ വീക്ഷണവുമൊക്കെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ അധ്യാപകരായ നമുക്ക് വലിയ ഉത്തരവാദിത്വമാണുള്ളത്. ഇങ്ങനെ പകർന്നു കൊടുക്കുന്നതിലൂടെ നമ്മുടെ സമൂഹത്തിലെ പോരായ്മകളെ, സമൂഹത്തിൻ്റെ അപജയങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അധ്യാപകരായ നമ്മൾക്ക് ഈ ചാവറയച്ചൻ്റെ ജീവിത ദർശനങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനും അവരെ അതിലൂടെ വളർത്തുവാനുമുള്ള എല്ലാ സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട്.
ഈ പറഞ്ഞ പ്രശ്നങ്ങളും പോരായ്മകളും ഒക്കെ പരിഹരിക്കാനുള്ള ഒരു ഒറ്റമൂലിയായിട്ട് ജീവിത ദർശനം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ദർശനം ചാവറയച്ചൻ്റെ പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് സാധിക്കാൻ എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.